വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്രം സഹായം നൽകാത്തതിനെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ചോദ്യത്തിന് മറുപടി പറഞ്ഞത് AN രാധാകൃഷ്ണൻ. ചോദിക്കുന്ന തുക മുഴുവൻ നൽകാനാകില്ലെന്ന് രാധാകൃഷ്ണന്റെ മറുപടി. കേന്ദ്രത്തിന്റെ അർഹമായ സഹായം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പരാതി ശക്തമായി നിലനിൽക്കുകയാണ്. BJP അല്ല നിലപാട് NDA-യാണ്. ഓൾറെഡി കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ആ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കൊടുത്തതനുസരിച്ച് കേരളത്തിലെ ഇപ്പൊ ഇതിന്റെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് എത്ര വീടുകളാണ് നഷ്ടപ്പെട്ടത്, അതിന് എത്ര രൂപ വേണം, അതുമായിട്ട് കണക്ക് കൂട്ടുക. അപ്പൊ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ആവശ്യമായിട്ടുള്ള ഫണ്ട് കൊടുക്കുന്ന റിപ്പോർട്ട് കൊടുക്കട്ടെ. കേരളം ചോദിക്കുന്നതൊന്നും കൊടുക്കണമെന്നില്ലല്ലോ. ഞാൻ പറഞ്ഞാൽ മതി. തീർച്ചയായും ഉമേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. ഉമേഷ്, BJPക്കുള്ളിൽ ഒരു ധാരണ ഇതേ സംബന്ധിച്ചില്ല, പറയാനൊരു ഉത്തരവില്ല. മാത്രമല്ല വയനാട് ഈ ടൗൺഷിപ്പിനായി വയനാട് ടൗൺഷിപ്പിനെന്ന് മാത്രമല്ല ആ ദുരന്തബാധിതരെ സഹായിക്കാൻ ഒരു സഹായവും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് മോദി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇതൊക്കെ വ്യക്തമാക്കുന്നതാണ് ഈ ചോദ്യത്തിനുള്ള മറുപടികൾ. അതെ ജിംഷാദ്, ഇതുമായി ബന്ധപ്പെട്ട് ഈ വയനാട് കേന്ദ്രത്തിന്റെ സഹായം സംബന്ധിച്ച് എത്ര തുക നൽകി, ഇപ്പോൾ ടൗൺഷിപ്പ് മുഖ്യമന്ത്രി മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഈ ഘട്ടത്തിൽ കേന്ദ്രത്തിന്റെ സഹായം എന്ത് ലഭിച്ചു, എത്ര നൽകി എന്നുള്ളതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് BJP അധ്യക്ഷന് ഉത്തരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖർ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ NDA നേതാവ് എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഈ പത്രസമ്മേളനം നടത്തിയത്. ഇതിൽ NDA-യുടെ മറ്റ് നേതാക്കളും തുഷാർ വെള്ളാപ്പള്ളിയും സാബു ജേക്കബും ഒക്കെ ഒപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർക്കാർക്കും ഒരു മറുപടി ഉണ്ടായില്ല. പകരം AN രാധാകൃഷ്ണനോടാണ് മറുപടി പറയാൻ ആവശ്യപ്പെട്ടത്. AN രാധാകൃഷ്ണനാകട്ടെ സഹായം നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ എത്ര സഹായം, അതായത് പ്രത്യേക പാക്കേജ് അടക്കം സംസ്ഥാന സർക്കാർ അന്ന് ആവശ്യപ്പെടുകയുണ്ടായി. വയനാട് വലിയ ദുരന്തം ഉണ്ടായതാണ്. അപ്പോൾ അതിൽ നിന്ന് ജനങ്ങളെ കരകയറ്റുന്ന 2000 കോടിയോളം രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് ആവശ്യപ്പെട്ടാണ്. കാരണം പ്രധാനമന്ത്രി അടക്കം ഇവിടെ സന്ദർശനം നടത്തി പോയതാണ്. ആ ഘട്ടത്തിലാണ് അങ്ങനെ ഒരു പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടത്. അതിൽ എത്ര തുക നൽകി എന്നുള്ളതാണ്. അപ്പോൾ AN രാധാകൃഷ്ണൻ കൃത്യമായ മറുപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പല തുകയും ചിലപ്പോൾ ചോദിച്ചിരിക്കാം. പക്ഷെ ചോദിച്ച തുക മുഴുവൻ നൽകാൻ പറ്റില്ലല്ലോ, അത് കൊടുത്തോളന്നില്ലല്ലോ എന്നായിരുന്നു AN രാധാകൃഷ്ണന്റെയും മറുപടി. ചുരുക്കത്തിൽ ഈ BJP NDA നേതാക്കൾക്കാർക്കും ഇത് സംബന്ധിച്ച ചോദ്യത്തോട് കൃത്യമായി പ്രതികരിക്കാൻ ഉണ്ടായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് BJP അധ്യക്ഷൻ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. ശരി ഉമേഷാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകുന്നത്.